ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനിയിൽ നിർവഹിക്കും. തുടർന്ന് ബിജെപി സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിക്കും. തിരുവനന്തപുരം ബയോ ലൈഫ് സയൻസസ് പാർക്കിലെ CSIR NIIST ഇന്നൊവേഷൻ ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാനത്ത് സുരക്ഷാ സന്നാഹങ്ങൾ കൂടുതൽ ശക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 28-ന് പരിഗണിക്കും. ചോദ്യം ചെയ്ത ശേഷം തന്ത്രിയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. അതേസമയം TDB മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യഹർജിയിൽ വിധി നാളെ. കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടങ്ങിയപ്പോൾ ചരമോപചാര നടപടികളുമായി സഹകരിച്ച പ്രതിപക്ഷം ശബരിമല വിഷയം ചൂണ്ടിക്കാട്ടി ബാനറുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതോടെ സ്പീക്കർ കാര്യപരിപാടികൾ വേഗം പൂർത്തിയാക്കി സഭ പിരിച്ചുവിടുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കമായി. സഭ ഇനി ചൊവ്വാഴ്ച ചേരും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 24-ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരിക്കും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൌരന്മാരുടെ ഇടപെടലും പങ്കാളിത്തവും സുഗമമാക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ECI നെറ്റ് ആരംഭിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷിയും ചേർന്നാണ് ECI നെറ്റ് പുറത്തിറക്കിയത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR റൂളിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കണം. വിദേശ വോട്ടർമാർ ഫോം 6A സമർപ്പിക്കണം. അന്തിമ SIR വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ തർക്കമുള്ള ഭോജ്ശാല കമാൽ മൌല പള്ളിയിൽ നാളെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പ്രാർത്ഥന നടത്താൻ സുപ്രീം കോടതി ഹിന്ദു സമൂഹത്തിന് അനുമതി നൽകി. അതേസമയം ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നമസ്കാരം നടത്താനും അനുവാദം നൽകി. ഭോജ്ശാല സമുച്ചയത്തിൽ മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഇരു സമുദായങ്ങളും അനുമതി തേടിയിരുന്നു. 1984-ൽ നടന്ന ജനക്പുരി സിഖ് വിരുദ്ധ കലാപത്തിലെ പ്രതിയായ മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാറിനെ ഡൽഹി കോടതി കുറ്റവിമുക്തനാക്കി. കേസിൽ സജ്ജൻ കുമാറിന്റെ സാന്നിധ്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നായിരുന്നു പ്രത്യേക ജഡ്ജി ദിഗ്വിനയ് സിംഗിന്റെ നിരീക്ഷണം. ജനക്പുരി, വികാസ്പുരി ആൾക്കൂട്ട കൊലക്കേസുകളിൽ കലാപമുണ്ടാക്കൽ, ശത്രുത വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് സജ്ജൻ കുമാറിനെതിരെ ചുമത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ 2025-ലെ ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് അവാർഡ് സംസ്ഥാനത്തെ മികച്ച ബൂത്ത് ലെവൽ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട പുഷ്പത്തൂർ വിനോദ് കുമാറിന്. പുരസ്കാരം ദേശീയ വോട്ടേഴ്സ് ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് സമ്മാനിക്കും. JSS NDAയുടെ ഭാഗമായി മുൻ MLAയും JSS സംസ്ഥാന അധ്യക്ഷനുമായ AV താമരാക്ഷന്റെ നേതൃത്വത്തിലാണ് JSS NDAയിലെത്തിയത്. ശ്രീ താമരാക്ഷനെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടന്ന NDA യോഗത്തിലേക്ക് സ്വീകരിച്ചു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കിലെ IMS അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ അറ്റ് 77 ക്വിസ് ചലഞ്ച് സംഘടിപ്പിക്കുന്നു. ഭരണഘടനയുടെ മൂല്യങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദവിവരങ്ങൾക്ക് 8075768537 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.